എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SCERT 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം, രാത്രിയിലെ ഇവിടെ ഒരു ചിത്രമൊക്കെ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, ഈ രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് രാത്രിയിലെ ആകാശ കാഴ്ചകൾ പകല് നമുക്ക് ദൃശ്യമാകാത്തത്? എന്താണ് കാരണം? അത് ഇവിടെ തന്നെ കൊടുക്കും. എന്താണ്? സൂര്യന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം അല്ലേ? സൂര്യന്റെ സാന്നിധ്യമാണ് നമുക്ക് പകൽ സമയങ്ങളിൽ ഈ രാത്രി കാണുന്ന ആകാശ കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്തത്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമായതാണ് സൂര്യനാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ സൂര്യന്റെ സാന്നിധ്യമാണ് നമുക്ക് രാത്രിയിലെ ആകാശ കാഴ്ചകൾ പകൽ സമയത്ത് ദൃശ്യമാകാത്തത്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായിട്ട് കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ നമുക്ക് ചെറുതായിട്ട് കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്താണ് അപ്പോൾ നക്ഷത്രങ്ങൾ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് നമ്മൾ ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗാലക്സി എന്ന് പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടത്തെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യനെ ചുറ്റുന്ന നമ്മുടെ ആകാശഗോളങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൂര്യനാണ് കേന്ദ്രഭാഗത്ത് നിൽക്കുന്നത്. അതിനുശേഷം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ അന്തർഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ഈ 4 എന്താണ്? അന്തർഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ചൊവ്വയ്ക്ക് ശേഷം വ്യാഴം എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് ഡോട്ടുകൾ കാണുന്നത് കണ്ടില്ലേ? അതൊക്കെ എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളാണ്. അപ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അതിനുശേഷം എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളാണ്. ചൊവ്വയ്ക്കും വ്യാഴയ്ക്കും ഇടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങളുള്ളത്. അപ്പോൾ വ്യാഴം, അത് കഴിഞ്ഞിട്ട് ശനി, പിന്നെ യുറാനസ്, നെപ്റ്റ്യൂൺ, പിന്നെ അതിനുശേഷം കുള്ളൻ ഗ്രഹങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? വാൽ നക്ഷത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക ബേസിക് ആയിട്ട്. പിന്നെ ഇതാ ഭൂമിയോട് അടുത്ത് ചന്ദ്രനെ കാണിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് അപ്പോൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? സ്വയം കറങ്ങുന്ന സൂര്യൻ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുക. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ഒക്കെ ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മുഴുവൻ ഗ്രഹങ്ങളും അവയുടെ സവിശേഷതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്ന്. ബുധൻ, ആദ്യത്താണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. അത് കഴിഞ്ഞിട്ട് ശുക്രനാണ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നതും ഏതാണ്? ശുക്രനാണ്. അപ്പോൾ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഇനി ഭൂമി, ജീവൻ നിലനിൽക്കുന്നു എന്ന് നമ്മൾ കരുതപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്നെന്ന് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ചുവന്ന ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം വ്യാഴം കഴിഞ്ഞാൽ ഏതാണ്? ശനിയാണ് ഏറ്റവും വലുത്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, വലുപ്പത്തിൽ 2ാം സ്ഥാനം ശനി, ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ്, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഈ ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലേ. നമ്മളെ കുള്ളൻ ഗ്രഹങ്ങളെ, ക്ഷുദ്രഗ്രഹങ്ങളൊക്കെ നമ്മൾ അതിൽ കണ്ടു. നമ്മൾ ആ ചിത്രം കണ്ടപ്പോൾ അതിൽ കണ്ടതാണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അപ്പം നമ്മുടെ സൗരയൂഥം അവിടെ നമ്മൾ കണ്ടത്. ആ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. സൂര്യനെ ചുറ്റുന്ന നമ്മൾ പറഞ്ഞ 8 ഗ്രഹങ്ങൾ,
പിന്നെയോ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. ഇനി സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞതാരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ആരാണ്? ഇദ്ദേഹമാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ പോളണ്ടുകാരനാണ്. പോളണ്ടുകാരനായ വാനനിരീക്ഷകൻ, വാനശാസ്ത്രജ്ഞനാണ് ആര്? നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗാലക്സി എന്താണെന്നും പഠിച്ചു, സൗരയൂഥം എന്താണെന്നും പഠിച്ചു. ഈ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഒരുപാട് അപ്പം നമ്മുടെ സൗരയൂഥം നമ്മൾ പറഞ്ഞു ഗാലക്സി എന്താണെന്ന്, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണെന്ന് പറഞ്ഞു. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ നമ്മൾ ക്ഷീരപഥം അഥവാ ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്ന് പറയും. ഇത്തരത്തിൽ ഒരുപാട് ഗാലക്സികൾ ചേർന്നതാണ് എന്ത്? യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സൗരയൂഥം പറഞ്ഞപ്പോൾ ഗ്രഹങ്ങളല്ലാതെ മറ്റു ചില കാര്യങ്ങളും നമ്മൾ കണ്ടല്ലോ. അതെന്തൊക്കെയാണ്? അവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന് വാൽ നക്ഷത്രം. വാൽ നക്ഷത്രം നമ്മൾ കണ്ടിരുന്നു. സൗരയൂഥത്തിൽ അപൂർവമായെത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. എന്തൊക്കെ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്? പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നതാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്. സൂര്യനോട് അടുക്കും തോറും ഇതിന്റെ വാൽ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ അപൂർവമായെത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രം. വാൽ നക്ഷത്രത്തിന്റെ മറ്റൊരു പേരാണ് ധൂമകേതുകൾ. പാറയും പൊടിയും ഹിമം ഒക്കെ ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ഷുദ്രഗ്രഹങ്ങൾ. എന്തിനിടയ്ക്കാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്കാണെന്ന് ഓർത്തുവയ്ക്കും. ഇനി അടുത്തതാണ് കുള്ളൻ ഗ്രഹങ്ങൾ. എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 8 ഗ്രഹങ്ങൾ പഠിച്ചു. 9ാമതൊരു ഗ്രഹം കൂടി ഉണ്ടായിരുന്നു, പ്ലൂട്ടോ ആയിരുന്നു. അത് പിന്നീട് കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടായിരുന്നു? അത് നമ്മൾ ഗ്രഹം എന്ന് വിളിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, അതൊക്കെ പാലിക്കണം. അതായത് സ്വയം കറങ്ങണം, അതോടൊപ്പം സൂര്യനെ വലം വെക്കണം, അതിനൊരു നിശ്ചിത ഭ്രമണപഥമൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും മറികടക്കാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്തു? പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തെ എന്ത് ചെയ്തു? വലം വെച്ചു. തിരിച്ച് ഗ്രഹങ്ങളെ വലം വെക്കുന്നതാണല്ലോ ഉപഗ്രഹങ്ങൾ. ഇവിടെ പ്ലൂട്ടോ തിരിച്ച് തൻ്റെ ഉപഗ്രഹമായിരുന്ന ഷാരോണിനെ തിരിച്ച് വലം വെച്ചപ്പോഴാണ് ഇതിന് ഗ്രഹ പദവി നഷ്ടമാകുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി ഉൽക്കകൾ ഇവിടെ പറഞ്ഞു തീർന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞേ? വാൽനക്ഷത്രങ്ങൾ പറഞ്ഞു, ക്ഷുദ്രഗ്രഹങ്ങൾ പറഞ്ഞു, കുള്ളൻ ഗ്രഹങ്ങൾ പറഞ്ഞു. ഇനി ഏതാണ് സൗരയൂഥത്തിലെ മറ്റു ചില ഘടകങ്ങൾ? ഉൽക്കകൾ കാണാം. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നൊക്കെ ഇതിനെ അറിയപ്പെടാറുണ്ട്. എന്താണ്? കൊള്ളിമീനുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇന്ന് ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നക്ഷത്രമാസം എന്ന് പറയുന്നത് എന്താണ് നക്ഷത്രമാസം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് നക്ഷത്രം? അപ്പോൾ ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത് 27.3 ദിവസമാണെന്ന് ഓർത്ത് വെക്കുക. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ വേണ്ട സമയമാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഇനി സൗരയൂഥത്തിന്റെ ചിത്രം കണ്ടല്ലോ. ഈ ചിത്രത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ. സൂര്യന് ചുറ്റുമുള്ള ആകാശഗോളങ്ങളുടെ പാതയാണ് അവയുടെ ഭ്രമണപഥം, ഓർബിറ്റ് എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ഫലമാണ്. അപ്പോൾ ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ഫലമാണ്. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വയം കറങ്ങുന്നതിന് എന്താ പറയുക? ഭ്രമണം എന്നാണ് പറയുക. സൂര്യനെ ഗ്രഹങ്ങൾ വലം വെക്കുന്നതിന് നമ്മൾ എന്താണ് പറയുക? പരിക്രമണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ സുനിത വില്യംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. അവരുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. അതെ, സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയതിനു ശേഷം കണ്ട കാഴ്ചയെ വർണ്ണിച്ചതാണ് കേട്ടോ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അവരുടെ യാത്രയിലൊരു അനുഭവം പങ്കുവച്ചതാണ്. ഇനി
സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. ഈ ആകൃതിയെ നമ്മൾ എന്താ പറയുക? ജിയോയിഡ് എന്നാണ് പറയുക. ജിയോയിഡ് എന്നാണ് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഭൂമിയുടെ ആകൃതി. നമ്മുടെ ഭൂമി എന്താണ്? കറക്റ്റ് റൗണ്ട് അല്ലല്ലോ, കുറച്ചിങ്ങനെ തള്ളിയിട്ട് മുകൾ ഭാഗം അല്പം പരന്നിട്ട് അങ്ങനെ ഒരു ആകൃതിയല്ലേ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ജിയോയിഡ്. അതായത് ഈ ധ്രുവങ്ങൾ അല്പം പരന്നതും രണ്ട് ഭാഗങ്ങളും അല്പം വീർത്തതുമായിട്ടുള്ള ആകൃതിയെയാണ് നമ്മൾ എന്ത് പറയുക? ജിയോയിഡ് എന്ന് പറയുക. അതിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ബഹിരാകാശം ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. അപ്പോൾ എന്താണ് ബഹിരാകാശം? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ഇനി ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയാണെന്നും വിശ്വസിച്ചു. ആര്യഭടൻ ഭാരതീയ ശാസ്ത്രജ്ഞനായിരുന്നു ആര്യഭടൻ. ഗ്രേക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈഥഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കുകയുണ്ടായി. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? അപ്പോൾ ആദ്യം പറഞ്ഞത് ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടനാണ് പറഞ്ഞത് ഭൂമി സ്വയം കറങ്ങുന്നു, സാങ്കല്പിക അച്ചുതണ്ടിൽ ഭൂമി ഒരു ഗോളാകൃതിയാണെന്ന് പറഞ്ഞു. പിന്നീട് ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈഥഗോറസ്, അരിസ്റ്റോട്ടിലും പറഞ്ഞു ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന്. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന് പറയുന്ന ഒരു നാവിക ഉണ്ടായിരുന്നു. അദ്ദേഹം കപ്പലിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് പറഞ്ഞു, കപ്പൽ യാത്ര നടത്തിയിട്ട് പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹവും പറഞ്ഞു. ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ബഹിരാകാശത്ത് നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണ് കണ്ടത്. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീല ഗോളമായാണ് കാണപ്പെടുന്നത്. നീല കളറാണല്ലേ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിൽ ഏത് നിറമാണ് കൂടുതൽ കാണപ്പെടുന്നത്? ഗ്ലോബ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്ലോബ് എന്താണ്? നീല കളറാണ് കൂടുതൽ ഭാഗങ്ങളും അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% എന്താണ്? ജലമായതിനാലാണ് ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമി നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം എത്ര ശതമാനം ജലമാണ്? 71% ജലമാണ്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിലുണ്ട്. ഭൂമിയിലെ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ ഈ അന്തരീക്ഷത്തിന് വളരെയധികം പങ്കുണ്ട്. ഇനി ഭൂമിയുടെ ചലനങ്ങൾ. ഇവിടെ ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് എന്ത് ചെയ്യാണ്? വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ്. അപ്പോൾ അതിൽ അവർ മറ്റു രാജ്യത്താണ്, കുട്ടി മറ്റൊരു രാജ്യത്തുമാണ്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഒരിടത്ത് ഉറങ്ങാൻ പോകുമ്പോൾ മറ്റൊരിടത്ത് അവർ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ നിൽക്കുക. അതുകൊണ്ട് അതെന്താണ്? അവിടെ വേറൊരു സമയവും ഇവിടെ വേറൊരു സമയമാണെന്നാണ് ഈ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായിട്ട് വീഡിയോയിൽ വന്നതാണ്. അപ്പോൾ ഭൂമിയുടെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എന്താണ്? സമയത്തിലും വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. ഭൂമിക്ക് എന്താണ്? ഗോളാകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുള്ളൂ. മറ്റേ പകുതിയിൽ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. അപ്പോഴേ നമുക്കറിയാം ഒരു ഭാഗത്ത് ഇരുട്ടും ഒരു ഭാഗത്ത് വെളിച്ചമാകുമ്പോൾ തന്നെ സമയ വ്യത്യാസവും ഉണ്ടാവും. സൂര്യൻ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകലും, മറുഭാഗത്ത് എന്ത് ചെയ്യും? സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അവിടെ രാത്രിയായിരിക്കും. അതേസമയം ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനാണ് എന്ത് നമ്മൾ പറയാ? ഭ്രമണം, റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡും ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് ഇതുകൊണ്ടാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കി 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ് ആവശ്യം. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇതിനെ നമ്മൾ എന്താ പറയുക? പരിക്രമണം, റെവല്യൂഷൻ എന്നാണ് പറയുക. എന്താ പറയുക? റെവല്യൂഷൻ. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കളൊക്കെ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. ഒരു തവണ ചുറ്റി വരാൻ ഭൂമിക്ക് സൂര്യൻ ചുറ്റി വരാൻ എത്ര സമയം വേണം? 365 ദിവസം വേണം. ഇതാണ് ഒരു വർഷമായിട്ട് നമ്മൾ പറയുന്നത്. ഈ പരിക്രമണമാണ് ഭൂമിയിൽ വിവിധ ഋതുക്കൾ, സീസൺസ് ഒക്കെ വരാനുള്ള കാരണം. ഇനി ഇവിടെ വിവിധ കാലാവസ്ഥകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകതകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. കേരളത്തിൽ വിവിധ കാലങ്ങൾ എത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും
ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണം മൂലമാണ് നമ്മൾ പറഞ്ഞല്ലോ വിവിധ ഋതുക്കൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിലാണ് കേരളത്തിലും വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണം ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിൽ ഋതുഭേദങ്ങൾക്ക് സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നത്. എന്താണ് സീസണൽ ചേഞ്ചസിന് കാരണം? ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന്റെ ഏറ്റക്കുറച്ചിലുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണം. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ കാണാൻ കഴിയും. ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ. ഒരു പ്രദേശത്ത് നിശ്ചയ സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചയ സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ സ്ഥിതി നമ്മൾ പറയില്ലേ, നമ്മുടെ പ്രദേശത്ത് ഇപ്പോഴത്തെ വെതർ ഇത്രയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അവിടുത്തെ അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. നിശ്ചയ സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ എന്നാൽ എന്താണ്? ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കാലാവസ്ഥ പറയാം, ഇത്ര കാലം വേനൽക്കാലം, ശിശിരകാലം, വസന്തകാലം, മഴക്കാലം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതൊരു നിശ്ചയ കാലഘട്ടത്തെ ദീർഘകാലമായിട്ടൊരു പ്രദേശത്ത് അനുഭവപ്പെടുന്നതല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചയ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ്. ഇവിടെ എസ് കെ പൊറ്റക്കാടിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന യാത്രാവിവരണത്തിലെ കുറച്ച് ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പാതിരാ സൂര്യൻ്റെ നാട്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നോർവേയാണ്. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ ഉള്ളത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായിട്ട് പകലും 6 മാസത്തോളം തുടർച്ചയായിട്ട് രാത്രിയുമാണ് അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന എവിടെയാണ്? നോർവേയാണ്. ജനവാസം കുറവുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നോർവേയുടെ കാര്യമാണ് പറയുന്നത്. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ, ഈ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്നിയൂട്ട് വളർത്തുനായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ശൈത്യമായ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമുങ്ങ, സീല്, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവിഭാഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം. നമ്മൾ ഇഗ്ലൂവിലാണ് ഇവർ താമസിക്കാറെന്ന് പറഞ്ഞു. ഇഗ്ലൂ എന്താണ്? ഇഗ്ലൂവിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ. ഇവരെ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഇവിടെ മരുഭൂമിയുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. വിശാലമായ മണൽ പരപ്പുകളും മണൽ കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടുത്തെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവായിരിക്കും. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടാറുണ്ട്. ഈ പ്രദേശത്തിന്റെ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽ കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതയാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറക്കുന്ന ശിരോവസ്ത്രങ്ങളും മരുഭൂമിയുടെ നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും വരെ ഒട്ടകത്തെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ ധ്രുവപ്രദേശത്ത് പറഞ്ഞ പോലെ തന്നെ മരുഭൂമിയിലുള്ള ജീവിക്കുന്നവരുടെ വസ്ത്രധാരണാ രീതിയും അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇത്തരത്തിൽ പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണല്ലോ ഉള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടാവും? ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷം തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെടുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനം. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചിട്ട് 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ചിട്ട് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്നി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി. മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025 ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. ഇത് ഐക്യരാഷ്ട്ര സംഘടനയിലെ കാലാവസ്ഥാ സമ്മേളനത്തിലെ സ്കൂൾ വിദ്യാർത്ഥി എലിസബത്ത് വത്നി അഭ്യർത്ഥിച്ച പ്രസംഗമാണിത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് കണക്കാക്കുന്നത്. കാലാവസ്ഥ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി തന്നെ ബാധിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
നോക്കാം. ഇവിടെ ഇതാ വിവിധ കാലാവസ്ഥയിലെ വ്യതിയാനം മൂലമുണ്ടാകുന്ന വരൾച്ച, അതുപോലെ തീപിടുത്തം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കമൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ. കാലാവസ്ഥ വ്യതിയാനത്തിലെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഗോള താപനില ഉയരും, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും ഉണ്ടാകും. കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും കാണാൻ കഴിയും. വരൾച്ച കാണാൻ കഴിയും. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ തുടങ്ങിയവ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നവയാണ്. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇവിടെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതുപോലെ ഫാക്ടറികളിൽ നിന്ന് പുക ഉയരുക, അതുപോലെ രാസകീടനാശിനികൾ തളിക്കുന്നത്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിക്കുന്നത് തുടങ്ങിയവയൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ അശാസ്ത്രീയമായ പ്രവർത്തികളാണ്. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ തന്നെ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളെയും വംശനാശത്തിന് വരെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മനുഷ്യൻ്റെ പല ഇടപെടലുകളും കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായിട്ട് കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹരിത കേരള മിഷൻ? മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകളിൽ, എല്ലാ മേഖലകളിലാണ് മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ സൗരയൂഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും, അതുപോലെ തന്നെ വിവിധ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചിട്ടും, മരുഭൂമിയിലും ധ്രുവപ്രദേശത്തുള്ള പ്രത്യേകതകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭ്രമണം, പരിക്രമണം തുടങ്ങിയിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് റിവൈസ് ചെയ്യുമ്പോൾ നോട്ട് എടുത്ത് റിവൈസ് ചെയ്യുക.